a failure. Hey dear OP fans, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ പീസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറായ മറൈൻ ഹീറോ ജൂനിയർ കോബിയെ കുറിച്ചാണ്. ആക്ച്വലി മറൈൻ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർപ്പാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫോളോവർ എന്ന രീതിയിൽ പുള്ളിക്ക് കിട്ടിയ പട്ടപ്പേരാണിത്. അതിനകത്തെ പ്രകടനങ്ങൾ നമ്മുടെ കോബി കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലെ സോറി ഗൈസ്, ഈ വീഡിയോ ഞാൻ ലാസ്റ്റ് സൺഡേ ചെയ്യേണ്ടതായിരുന്നു, ബട്ട് എനിക്കതിനെ പറ്റിയില്ല. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഇത് റീക്രിയേറ്റഡ് വേർഷനാണ്, റീ എഡിറ്റഡ് വേർഷനാണ്. ഒരു കാര്യം കൂടെ, ഇതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ റെസ്പോൺസ് കിട്ടിയിട്ടേ ഇല്ല. ഏകദേശം 127 കമന്റ്സിന് മേലെ കോബിയുടെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ റെസ്പോൺസ് ചെയ്തിരുന്നു കമന്റ് സെക്ഷനിൽ. സോ ഇന്ന് നമ്മൾ കോബിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആനിമി ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓൾസോ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ടു സപ്പോർട്ട് മീ. ആൻഡ് കോബി എന്ന ക്യാരക്ടറിനെ കുറിച്ച് നോക്കിയാൽ വൺ പീസിലെ ഫസ്റ്റ് എപ്പിസോഡിൽ ലൂഫിക്കൊപ്പം ഇൻട്രൊഡ്യൂസ് ആയ ഒരു ക്യാരക്ടറാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, വൺ പീസിന്റെ ആനിമെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൂഫിക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഫ്രണ്ട് സോറോയോ സാൻജിയോ ഉസോപ്പോ നാമിയോ മറ്റു സ്ട്രോഹാറ്റ്സോ ഒന്നുമല്ല, അത് കോബിയാണ് എന്ന് പറയാം. ബട്ട് ആക്ച്വലി അത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂലാണ്. ലൂഫിയുടെ പാസ്റ്റ് ലൂഫിക്ക് വേറെയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഈ വൺ പീസ് എന്ന ആനിമെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹി ഈസ് ദ ഫസ്റ്റ് ഫ്രണ്ട് ഓഫ് ലൂഫി. ആൻഡ് ലൂഫി തന്റെ ഡ്രീം ആദ്യമായിട്ട് പറഞ്ഞു കേൾക്കുന്നത് കോബിയോടുള്ള മറുപടിയായിട്ടാണ്. തന്റെ ആഗ്രഹം പൈററ്റ്സിന്റെ രാജാവാകണമെന്ന് ലൂഫി പറഞ്ഞപ്പോൾ കോബി പറഞ്ഞത് തനിക്ക് എല്ലായിടത്തും ഒരേപോലെ നീതി നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു മറൈൻ ആകണമെന്നായിരുന്നു. അതും സാധാ മറൈൻ അല്ല, അഡ്മിറൽ ആകണമെന്നായിരുന്നു കോബി പറഞ്ഞത്. ബട്ട് ഫൺ ഫാക്ട് എന്താണ് എന്ന് വെച്ചാൽ ഇവർ ഫ്രണ്ട്സ് ആണെങ്കിലും ഇവരുടെ ഡ്രീംസ് ബദ്ധ ശത്രുക്കളെ പോലെയാണ് എന്ന് പറയാം. ലൂഫിയെ ഒരു പൈററ്റ് കിങ് ആകാൻ താൻ അനുവദിക്കില്ല, അത് വൺ പീസ് വേൾഡിന് ഒരു ത്രെറ്റാണ്, ജസ്റ്റിസിനെതിരാണ് എന്നൊക്കെ കോബി പറയുന്നുണ്ട്. സോ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ രണ്ട് ഫ്രണ്ട്സ്, അവർ രണ്ടുപേർക്കും വലിയ രണ്ട് ആഗ്രഹങ്ങൾ. ആ രണ്ടാഗ്രഹങ്ങളും വൺ പീസ് വേൾഡിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുമെന്ന് അവർക്കും അറിയില്ല, അത് ആദ്യമായി കണ്ട നമുക്കും അറിയില്ല. ഒരാൾക്ക് വൺ പീസ് വേൾഡിലെ എല്ലാ പൈററ്റ്സിന്റെയും രാജാവാകണം, മറ്റൊരാൾക്ക് പൈററ്റ്സിനെതിരെ പോരാടുന്ന എൻഡർ മറൈൻസിന്റെയും തലപ്പത്തുള്ള അഡ്മിറൽ എന്നുള്ള പദവിയും വേണം. ഇവിടെ ഓടെ എന്തെങ്കിലും ഹിന്റ് തരാൻ നോക്കുന്നതാണോ അതോ ഹിസ്റ്ററി റിപ്പീറ്റഡ് അഗെയിൻ എന്ന രീതിയിൽ കൊണ്ടുപോകുന്നതാണോ എന്നറിയില്ല. ഹിന്റ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വൺ പീസ് ആനിമയുടെ എൻഡിൽ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ നടക്കുമ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്തത് ഒരേ സ്ഥലത്ത് നിന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണോ ഓടെ കോബിയെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന ഡൗട്ടാണ് ഞാൻ ഹിന്റായി പറഞ്ഞത്. ആൻഡ് ഹിസ്റ്ററി റിപ്പീറ്റഡ് അഗെയിൻ എന്ന കാര്യം കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല. ഗാർപ്പിനെ നിങ്ങൾ കോബിയുടെ സ്ഥാനത്തും പൈററ്റ് കിങ് റോജറിനെ നിങ്ങൾ ലൂഫിയുടെ സ്ഥാനത്തും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറഞ്ഞത് എന്ന്. ഗാർപ്പിനും റോജറിനും പരസ്പരം ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട്. ഇവിടെ കോബിക്കും ലൂഫിക്കും അതേ രീതിയിൽ തന്നെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ലൂഫിയുടെ ഓരോ വിജയത്തിലും കോബി ഹാപ്പി ആകും നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് നമ്മൾ ഈ അനിമയുടെ ബിഗിനിങ്ങിൽ കണ്ട ഒരു വ്യക്തിയല്ല കോബി. ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ കോബിനെ കാണുന്നത് ആൽവിഡ എന്നുള്ള പൈററ്റിന്റെ സ്ലേവ് അഥവാ ക്യാബിൻ ബോയ് ആയിട്ടാണ്. ആരെ കണ്ടാലും എന്തിനെ കണ്ടാലും പേടിച്ച് വിറച്ചിരുന്ന ആ ചെറുക്കൻ ഇപ്പോൾ ഫ്യൂച്ചർ മറൈൻസിന്റെ ഹോപ്പ് എന്ന രീതിയിലും വൺ പീസ് വേൾഡിലെ ജനങ്ങളുടെ ഹീറോയുമായിട്ടാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് എന്ന് പറയാം. ആൻഡ് ഫ്യൂച്ചർ മറൈൻസിന്റെ ഹോപ്പ് എന്ന് കോബിയെ വിളിച്ചത് സാക്ഷാൽ മങ്കിടി ഗാർപ്പാണ്. ഗാർപ്പിനെ പോലെ പവർഫുൾ ആയ ഒരു ക്യാരക്ടർ കോബിയെ കുറിച്ച് ചുമ്മാ ഇങ്ങനെ പറയും തോന്നുന്നുണ്ടോ ഗൈസ്? സാധാരണ ഒരു ചോർ ബോയ് ആയിരുന്ന കോബി വളരെ ചെറിയ കാലയളവിലാണ് ഒരു റിയർ അഡ്മിറൽ പോസ്റ്റിൽ എത്തുന്നത്. എല്ലാവരും ലൂഫി വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ യോങ്കോയായി എന്ന് പറഞ്ഞപ്പോൾ ആരും കോബിയുടെ ഈ അച്ചീവ്മെന്റ് ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. ആൻഡ് അതേപോലെ വൺ പീസ് ക്യാരക്ടേഴ്സിൽ ഏറ്റവും ബ്രേവസ്റ്റ് ക്യാരക്ടറുള്ള ഒരാളാണ് കോബി. തന്റെ എല്ലാ പേടിയും മാറ്റിവെച്ച് മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ആൽവിഡയ്ക്കെതിരെ നിന്ന് തന്റെ ഡ്രീമിന് വേണ്ടി താൻ ഈ ക്രൂ വിട്ട് പോകുകയാണ് എന്ന് ആൽവിഡയോട് പറയുന്ന സീൻ ആയിക്കോട്ടെ. മറൈൻ ബോർഡ് ആർക്കിൽ തനിക്ക് ചുറ്റുമുള്ളവർ മരിച്ചു വീഴുന്നത് കാണുമ്പോൾ മറൈൻസും പൈററ്റ്സും ഒരേപോലെ ഭയക്കുന്ന അക്കേനുവിന്റെ അടുത്ത് വന്ന് നിന്ന് ഈ യുദ്ധം നിർത്താൻ പറയുന്ന ആ സീനും തന്നെ ധാരാളം ഈ ക്യാരക്ടർ എത്രമാത്രം ബ്രേവസ്റ്റ് ആണ് എന്ന് കാണിക്കാൻ. അക്കേനു തന്നെ കൊല്ലാൻ പോകുകയാണ് എന്നറിഞ്ഞിട്ടും അവിടെ തന്നെ നിന്നു കോബി. പേടിച്ച് എവിടെയും പോയതുമില്ല, ഒരടി പോലും പുറകോട്ടെടുത്ത് വെച്ചതുമില്ല. ജസ്റ്റിസിനെതിരായതും തനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം ആരുടെ അടുത്തോ എവിടെ വെച്ചോ എങ്ങനെ വേണമെങ്കിലും താൻ പറയുമെന്ന് കാണിച്ചു തന്ന കോബിയുടെ ഈ കഴിവിനെ സാക്ഷാൽ ഷാങ്സ് പോലും പ്രശംസിക്കുന്നുണ്ട്. അതേപോലെ തന്റെ കൂടെയുള്ള മറൈൻസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വയം ബ്ലാക്ക് ബിയർഡിന് മുൻപിൽ കീഴടങ്ങുന്നതും ബ്ലാക്ക് ബിയർഡ് പൈററ്റ്സിന്റെ ക്രൂരതയേറിയ ഉപദ്രവങ്ങൾക്കിടയിലും കോബി മുട്ടുമടക്കാതെ നിൽക്കുന്നതും എല്ലാ പൈററ്റ്സും കോബിയെ ചുറ്റും നിന്ന് കളിയാക്കുമ്പോഴും കോബി അവർക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഞാനൊരു മറൈനാണ്, നീതിക്ക് വേണ്ടി ഞാൻ ഒറ്റപ്പെട്ടാലും മരിച്ചാലും വീണ്ടും വീണ്ടും പോരാടുമെന്ന്. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ ആദ്യം കണ്ട കോബിയല്ല ഇപ്പോൾ കാണുന്ന കോബി. ക്യാരക്ടറിലും പവേഴ്സിലും വൻ അപ്ഗ്രേഡ് തന്നെയാണ് നടന്നിരിക്കുന്നത്. അതേപോലെ റോക്ക് ഡി സെബക്കിന്റെ കാലം മുതലേ പറയുന്ന ഒരു കാര്യമാണ് പൈററ്റ്സ് ഐലൻഡ് ആയ ഹാഷിനോസു എന്ന ഈ ഐലൻഡ് എത്ര വലിയ വാറ് വന്നു പോയാലും ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്നത്. എന്നാൽ 78 വയസ്സുള്ള ഒരു വൃദ്ധന്റെയും 18 വയസ്സുള്ള ഒരു ചെക്കന്റെയും ഗാലക്സി ഇമ്പാക്റ്റ് എന്നുള്ള പവർഫുൾ അറ്റാക്ക് ഫോമിന് മുൻപിൽ ആ വാക്കുകൾക്ക് പിടിച്ചു നിൽക്കാനേ ആയില്ല എന്ന് പറയാം. ഈ എക്കഡ് ഐലൻഡിലെ
തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സീൻസിൽ ഒന്നായിരുന്നു ഈ രണ്ട് ഗാലക്സി ഇമ്പാക്റ്റും. ആ എപ്പിസോഡിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഗൂസ് ബംസ് മൊമെന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തടവിലായ കോബിയെ ബ്ലാക്ക് ബിയർഡ് പൈററ്റ്സിന്റെ അടുത്തു നിന്നും രക്ഷിക്കാൻ സോട്ട് ടീമുമായി ഗാർപ്പ് അവിടെ എത്തുന്നതും ഗാർപ്പിന്റെ പഞ്ച് ഇമ്പാക്റ്റിൽ ആ ഷിപ്പ് പറക്കുന്ന ആ ഷിപ്പിൽ നിന്നും ഗാർപ്പ് എടുത്ത് ചാടുന്നതും ഗാലക്സി ഇമ്പാക്റ്റ് എന്ന് അലറി ആ പവർഫുൾ അറ്റാക്ക് ഫോം കൊണ്ട് ഐലൻഡ് മൊത്തം തകർത്തെറിയുന്നതും കോബിയെ രക്ഷിക്കുന്നതും കോബിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഗാർപ്പ് സ്വയം സാക്രിഫൈസ് ചെയ്യുന്നതും തനിക്ക് വേണ്ടിയാണല്ലോ ഗാർപ്പിന് ഈ അവസ്ഥ വന്നത് എന്നോർത്തിട്ടും ഗാർപ്പിന് തന്റെ മേലുള്ള വിശ്വാസം ഓർത്തിട്ടും കോബി ആ മൊമെന്റിൽ തന്റെ സബ് ഓഡിയൻസിനെ രക്ഷിക്കാനുമായിട്ടും കൂടെ ഒരു ഗാലക്സി ഇമ്പാക്റ്റ് കൊടുക്കുന്ന സീനുണ്ടെന്റെ മോനെ വെക്കടാ ഇതിനു മേലെ എന്ന വാക്കിന് 100% നീതി പുലർത്തിയ ഒരു സീനായിരുന്നു അത്. വൺ പീസ് ആനിമയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്സിലൊന്ന് കോബി ക്യാപ്ചർ ചെയ്തു എന്ന് പറയാം. ഹാക്കിയിൽ ഇത്രയധികം അപ്ഗ്രേഡ് കിടന്ന കോബിക്ക് ഫ്യൂച്ചറിൽ കോൺഗർ ഹാക്കി അൺലോക്ക് ചെയ്യാൻ സാധിക്കുമെന്നതിന് വലിയ ഡൗട്ടൊന്നും വേണ്ട. ആൻഡ് അതേപോലെ തന്നെ വൺ പീസ് വേൾഡിൽ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഇത്രയും വലിയ ഫിഷ് ഫോം അറ്റാക്സ് ഉള്ളൂ. എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ വേൾഡ് സ്ട്രോങ്കസ്റ്റ് മാനായ വൈറ്റ് ബിയർഡ്, പൈററ്റ് കിങ് റോജറിന്, മങ്കി ഗാർപ്പിന്, മങ്കി ലൂഫിക്ക് ആൻഡ് ഇപ്പോൾ കോബിക്കും. ആൻഡ് ഈ ലിസ്റ്റിൽ നമുക്ക് ഗൈഡനെയും ചെറുതായിട്ട് ഉൾപ്പെടുത്താം, ബട്ട് ഷാങ്സിന് അത് പറ്റില്ല. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതേപോലെ കറന്റ്ലി വൺ പീസ് വേൾഡിലെ പ്രധാനപ്പെട്ട ശ്രദ്ധയേറിയ ക്യാരക്ടേഴ്സിൽ, അതായത് ആനിമെ പെർസ്പെക്റ്റീവിൽ മെയിൻ റോൾസിലുള്ള ക്യാരക്ടേഴ്സിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡൗട്ടൊന്നും വേണ്ട, ടോപ്പ് 1 നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് തന്നെയാണ്. അതിനുശേഷം ബ്ലാക്ക് ബിയർഡ് പൈററ്റ്സ്, അതേപോലെ തന്നെ ക്രോസ് കിൽ ടീം, ഓൾസോ നമ്മുടെ റെവല്യൂഷണറി ആർമിയിലെ മങ്കി ഡ്രാഗനും സാബോയും ഉണ്ട്. സോ അവരുടെ തന്നെ വൺ പീസ് വേൾഡിലെ പ്രധാന ചർച്ചാ വിഷയത്തിൽ കോബിയും വരുന്നുണ്ട്. ആൻഡ് ഓടെ പറഞ്ഞ പോലെ മറൈൻ ഫോർഡ് ജസ്റ്റ് ഒരു സാമ്പിൾ ആണ്. ഫൈനൽ ആർക്ക് 10 മറൈൻ ഫോർഡിന് സമമായ ഒരു എൻഡ് ഗെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് എല്ലാം ഫൈനൽ ആർക്കിലെ കീ പ്ലേയേഴ്സ് തന്നെയാണ്. സോ ഇതിൽ കോബിയും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കോബിയുടെ ഈ പവർ അപ്പ് സീന് നമുക്ക് ജസ്റ്റ് ഒരു ഫോർഷോഡായി കാണിച്ചു തന്നത്. അതിനെക്കുറിച്ച് ഞാൻ അധികം പറഞ്ഞാൽ സ്പോയിലർ ആകും, സോ അതുകൊണ്ട് പറയുന്നില്ല. ആൻഡ് അതേപോലെ തന്നെ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, എന്നാലും പറയുന്നു. മങ്കി ഡ്രാഗൻ, ഷാങ്സ്, ക്യാപ്റ്റൻ ബഗ്ഗി, ഓൾസോ സ്ട്രോ ഹാറ്റ്സിൽ നിന്നുള്ള നമ്മുടെ ഫ്രാങ്കിയും, ഈ 4 ക്യാരക്ടേഴ്സിനെയും ഇനി മുതൽ നിങ്ങൾ അൾട്രാ സൂമിങ്ങിൽ നിരീക്ഷിച്ചോളൂ. റീസൺ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ചതിയാകും അത്. സോ ഇത്ര മാത്രം പറയുന്നു, ജസ്റ്റ് വാച്ച് ദം കെയർഫുള്ളി. ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. നമ്മുടെ കോബിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് സാറ്റ്സുരോ കിങ്ഡത്തിലാണ്, അതായത് ഈസ്റ്റ് ബ്ലൂവിലാണ്. അവിടെ ഷെൽ ടൗണിലെ ഗോട്ട് ഐലൻഡിലാണ് കോബിയുടെ റെസിഡൻസ്. ആൻഡ് കോബിനെ കുറിച്ചുള്ള വൺ ഓഫ് ദ മിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കോബിയുടെ നാഷണാലിറ്റിയാണ്. അവിടെ എല്ലാവർക്കും തന്നെ നാഷണാലിറ്റി കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ലൂഫി ഈസ് എ ബ്രസീലിയൻ, സാഞ്ചി ഈസ് എ ഫ്രാൻസ് ബോയ്, ഓൾസോ സോറോ ഈസ് എ ജാപ്പനീസ്, ഉസോബ് ഒരു സൗത്ത് ആഫ്രിക്കൻ ആണ്, ചോപ്പർ ഒരു കനേഡിയൻ ആണ്, ഫ്രാങ്കി ഒരു അമേരിക്കൻ ആണ്. കോബിയുടെ നാഷണാലിറ്റി എവിടെയും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, വൺ പീസ് ടീമിന്റെ അടുത്ത് നാഷണാലിറ്റി റിവീൽ ആവാത്ത ക്യാരക്ടേഴ്സിൽ കോബിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ടീം യാതൊരുവിധ റെസ്പോൺസ് നൽകിയില്ല എന്നതാണ്. സോ കോബിയുടെ നാഷണാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് ഓടെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതും സ്റ്റിൽ ഡൗട്ടാണ്. കാരണം കോബിയുടെ റിയൽ പാസ്റ്റ് നമുക്ക് വ്യക്തമല്ല. ഈവൻ കോബിയുടെ പാരന്റ്സിനെ ഒന്നും റിവീൽ ആക്കിയിട്ടുമില്ല. ആൽവിഡയുടെ അടുത്ത് സ്ലേവ് ആകുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ കോബി അധികം വെളിപ്പെടുത്തിയിട്ടുമില്ല. ആനിമൽ അത് ഫുള്ളായിട്ട് കാണിച്ചിട്ടുമില്ല. സോ നമുക്ക് നോക്കാം എവിടെ ചെന്ന് നിൽക്കുമെന്ന്. ഓൾസോ കോബിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് മെയ് 13 ഇദ്ദേഹത്തിന്റെ പൈററ്റ് ബൗണ്ടി എന്ന് പറയുന്നത് 500 മില്യൺ ആണ്. മറൈൻ ബൗണ്ടി അല്ല, പൈററ്റ്സ് കോബിക്ക് ഇട്ടിരിക്കുന്ന ബൗണ്ടിയാണിത്. 500 മില്യൺ നോക്കുകയാണെങ്കിൽ വളരെ ചെറുതാണ് പുള്ളിയുടെ കഴിവ് വെച്ച് നോക്കുകയാണെങ്കിൽ. ആൻഡ് ഇനി കോബിയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടത് ഒബ്സർവേഷൻ ഹാക്കി തന്നെയാണ്. എന്തെങ്കിലും പവർഫുള്ളായ അറ്റാക്ക് കോബിക്ക് നേരെ വരികയാണെങ്കിൽ അതിന് മുന്നേ തന്നെ അത് സെൻസ് ചെയ്യാനുള്ള കഴിവ് കോബിക്ക് ഇതിലൂടെ ലഭിക്കും. ആക്ച്വലി ഇത് മാസ്റ്റർ ചെയ്തിരിക്കുന്നത് 2 ആളുകളാണ്, ഒന്ന് സാഞ്ചി, രണ്ടാമത്തത് കാറ്റഗറി. സോ അവർക്ക് ശേഷം നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ലിസ്റ്റിൽ കോബിയും ഉണ്ട് ഇപ്പോൾ. ആൻഡ് തന്റെ എനിമീസിന്റെ ലൊക്കേഷൻ, പ്രസൻസ്, ഡിസ്റ്റൻസ് ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാനും ഈ പവർ വേരിയേഷനിലൂടെ കോബിക്ക് സാധിക്കും. ആക്ച്വലി ഒബ്സർവേഷൻ ഹാക്കി പവർ കോബി അവേക്കൺ ചെയ്യുന്നത് മറൈൻ ഫോർഡ് വാർ നടക്കുന്ന ടൈമിലാണ്. ആൻഡ് പിന്നെയുള്ള പവേഴ്സ് എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് സ്ട്രെങ്ത് ആൻഡ് കോമ്പാറ്റ് സ്കിൽസ് ആണ്. അതേപോലെ സൂപ്പർ ഹ്യൂമൻ സ്പീഡ്, ഡ്യൂറബിലിറ്റി ആൻഡ് എൻഡ്യൂറൻസ് ഇവയെല്ലാം ഉണ്ട്. സാഞ്ചിയുടെ വീഡിയോയിൽ ഞാൻ ഈ പവേഴ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, സോ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻഡ് ഈ പവേഴ്സ് എല്ലാം കോബിക്ക് ലഭിക്കാൻ കാരണം മങ്കി ഗാർപ്പാണ്. ഗാർപ്പിന്റെ ട്രെയിനിങ് മൂലമാണ് കോബി ഒരു പവർഫുൾ സൂപ്പർ ഹ്യൂമൻ ആയിട്ട് മാറാൻ തന്നെ കാരണം. ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ നിങ്ങൾ ലൂഫിനെ സെന്റർ പോയിന്റിൽ കാണുക. ലൂഫിയുടെ അടുത്ത് നിന്നും പോയ സാബോ, അതായത് സാബോ മരണത്തിന്റെ വക്കിൽ നിന്നുമാണ് എത്തിപ്പെട്ടത്. എനിവേ സാബോ ചെന്ന് എത്തിപ്പെടുന്നത് ഡ്രാഗന്റെ അടുത്താണ്, അതായത് ലൂഫിയുടെ ഫാദറിന്റെ അടുത്ത്. അതേപോലെ കോബി ലൂഫിയുടെ അടുത്ത് നിന്നും ചെന്നെത്തപ്പെടുന്നത് ഗാർപ്പിന്റെ അടുത്താണ്, അതായത് ലൂഫിയുടെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത്. സോ ലൂഫിയുടെ അടുത്ത് നിന്നും പോയ സാബോ ആൻഡ് കോബി 2 ഡീക്ലാൻ മെമ്പേഴ്സിന്റെ അടുത്ത് നിന്നാണ് ട്രെയിൻഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാബോ ആൻഡ് കോബി എക്സ്ട്രീംലി പവർഫുള്ളുമാണ്. ഡീക്ലാൻ മെമ്പേഴ്സിന്റെ സറൗണ്ടിങ്സിലുള്ളവരെല്ലാം തന്നെ പവർഫുൾ ആയി മാറുകയും ഫ്രീഡം എന്ന ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരായിട്ടും, മോർ ഇമ്പോർട്ടന്റ്ലി ഡീക്ലാൻ മെമ്പേഴ്സിന്റെ സറൗണ്ടിങ്സിലുള്ളവരെല്ലാം തന്നെ ഹാപ്പി ആയിട്ടിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സാബോയുടെയും കോബിയുടെയും സ്ട്രോ ഹാറ്റ്സിന്റെയും ലൈഫിൽ ആപ്ലിക്കബിൾ ആയത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എന്തിനാണ് ഇതിവിടെ പറഞ്ഞത് എന്ന് വെച്ചാൽ, സാബോയുടെ വീഡിയോയിൽ ഡീക്ലാൻ മെമ്പേഴ്സിന് ചുറ്റുമാണ് സാബോ
ജീവിച്ചതും ട്രെയിൻഡ് ആയതും എന്നതിനെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. സോ ഇതേ കേസ് തന്നെയാണ് കോബിക്കും. ഇതുപോലുള്ള ചെറിയ കണക്ഷൻസ് ഒക്കെ ഓട മനഃപൂർവ്വം ഇടുന്നതാണ്. കാരണം പുള്ളി ഇങ്ങനെയാണ് തന്റെ ക്യാരക്ടേഴ്സിനെ തമ്മിൽ സ്റ്റോറിയിൽ കണക്ട് ആക്കുന്നത്. ഓക്കെ, അഗൈൻ ബാക്ക് ടു ദ ടോപ്പിക്. കോബിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറയുന്നത് റോക്കുഷോക്കി അഥവാ ദ ഗ്രേറ്റ് 6 പവേഴ്സ് ആണ്. ഇതിനെക്കുറിച്ചും ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ആൻഡ് ഈ ഗ്രേറ്റ് 6 പവേഴ്സും കോബി മാസ്റ്റർ ചെയ്ത വ്യക്തിയാണ്. ഇതിൽ സോരു, ഗെപ്പോ, ടെക്കായ്, ഷിഗാൻ, റെങ്കെക്യു, കാമുയി തുടങ്ങി ഈ പവേഴ്സ് എല്ലാം തന്നെ കോബിയുടെ പവേഴ്സിനെ അടുത്ത തലത്തിലേക്ക് എത്തിച്ചു എന്ന് പറയാം. അതേപോലെ നല്ലൊരു ലീഡർഷിപ്പ് ഉള്ള ക്യാരക്ടർ കൂടെയാണ് കോബി. തന്റെ ലീഡർഷിപ്പ് സ്ട്രാറ്റജിയിലൂടെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫിഗർ ആയിട്ട് തന്നെ വൺ പീസ് വേൾഡിലൂടെ കോബി മാറുന്നുണ്ട്. റോക്കി പോർട്ട് ഇൻസിഡന്റിന് ശേഷം കോബി ഒരു നല്ല ലീഡറായി മാറുകയും പിന്നീടാണ് ഹീറോ കോബി എന്നുള്ള ടൈറ്റിൽ കോബിക്ക് വന്നു ചേരുന്നതും. ഓൾസോ മറൈൻസിന്റെ ഇൻഡിപെൻഡന്റ് വിഭാഗത്തിലെ സ്വോർഡ് മെമ്പർ കൂടെയാണ് കോബി. ഒന്ന് ആലോചിച്ച് നോക്കുക, ചുരുങ്ങിയ കാലം കൊണ്ടാണ് കോബി ഈ ലെവലിലെത്തിയത്. സോ ഈ ക്യാരക്ടറിന്റെ ജേർണി ലൂഫിയുടെ ഷാഡോയിൽ തന്നെ ഇനിയും സഞ്ചരിക്കുന്നത് കാണാൻ സാധിക്കും. ആൻഡ് ഇപ്പോൾ ഉള്ള പവറിനേക്കാൾ മേലെ ഒരു പവർഫുൾ ആയ ക്യാരക്ടറായിട്ട് മാറാനും കോബിക്ക് സാധിക്കും. ഓൾസോ കോൺഗർ ഹാക്കി ഫ്യൂച്ചറിൽ കോബിക്കും അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് സോ മെനി ഫാൻ തിയറീസ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താകുമെന്ന്. ഐ തിങ്ക് ഹി ക്യാൻ ഡു ദാറ്റ്. കാരണം ഗാരപ്പിന്റെ സെക്ഷനാണ് നമ്മുടെ കോബിയും. സോ ചാൻസസ് വെരി ഹൈ തന്നെയാണ്. ആൻഡ് യെസ്, കോബിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഡിലേ ആയതിന് ഒന്നും കൂടെ സോറി ചോദിക്കുന്നു. ഞാൻ വൺ പീസിന്റെ ഒരു തിയറി വീഡിയോയ്ക്ക് ശേഷം ജുജുത്സു കൈസൻ, ഡീമൺ സ്ലെയർ, ബ്ലാക്ക് ക്ലോവർ തുടങ്ങിയ ധാരാളം ആനിമേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് കവർ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? താഴെ കമന്റ് ചെയ്യുക. ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതിനൊരു ലൈക്ക് കൂടെ തന്നേക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ലവ് യു ഓൾ, ബൈ.